സോ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ട്രെയിലർ. ഒരുപാട് പേര് നമ്മുടെ പല വീട്ടിൽ ചോദിച്ചിരുന്നു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ട്രെയിലർ എന്തുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല എന്ന്. കാരണം നമ്മൾ രണ്ടുപേരും അടുത്തടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ട്രെയിലർ ഓൾറെഡി നമ്മൾ കണ്ടു. പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ശനിയും ഞായറുമാണ്. അപ്പോൾ തിങ്കളാഴ്ച ട്രെയിലർ. അപ്പോൾ നമ്മൾ എല്ലാ ട്രെയിലറും കൂടെ അന്ന് എടുത്ത് വെച്ചേച്ച് ഒരടി അടിക്കും. അതെ, മാർവലിനോട് പറയണം ശനിയും ഞായറും നോക്കിയിട്ട്. അതെ, ഒരു അന്തം കൊന്നവരെ പെട്ടെന്ന് ട്രെയിലറിങ് വരുമായിരുന്നു. അപ്പം നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ട്രെയിലർ കണ്ടു. പക്ഷേ നമ്മളിത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ കാണുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ തോട്ട്സ് പറയുന്നതായിരിക്കും. സോ നമുക്ക് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ. Something's coming. Something we may not be able to deter. Before this day is done, we shall be faced with an unthinkable decision. ആക്സെന്റ് രസമുണ്ട്. I've fought with many warriors in my time. You're far stronger than all of us put together, and they died. They died facing enemies and threats that scared me far less than this one. എല്ലാവരും ഉണ്ടല്ലേ? Everything that they sacrifice will be for nothing if we do not stand together. കടലല്ലേ? Put aside your petty squabbles. Presume nothing except this. If you return, you will return as brothers and sisters. But mark my words. We're going to need a miracle. ക്യാപ്റ്റൻ It's not possible. ഇൻഫിനിറ്റി വിഷൻ ഐമാക്സ് ഇല്ലല്ലോ, അതുകൊണ്ടാ. ഐമാക്സ് മൊത്തം ഡ്യൂണ് പോയില്ലേ. ഇവർക്ക് ഉള്ള ആപ്പട മെയിൻ ഒരു ബീജം ഇതാ. വേറെ ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നിർവികാരതയായിരുന്നു സത്യം പറഞ്ഞത്. കാര്യം ഇതിൽ ക്യാപ്റ്റൻ വരുന്ന സീൻ ഇവർ ഈ ട്രെയിലർ ഉൾക്കൊള്ളിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ആ ഒരു മൊമെൻ്റെങ്കിലും തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമായിരുന്നു. കാര്യം ഈ അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ശേഷം വന്ന ഒരുപാട് സ്റ്റാൻഡ് ലോൺ പടങ്ങളുണ്ടല്ലോ ഇവരുടെ, അതിലൊരുപാട് ആൾക്കാർക്ക് വലിയ ഇഷ്ടമല്ലാത്ത കുറേ ക്യാരക്ടേഴ്സാണ് ഈ പടത്തിൽ. ഇപ്പോൾ ഫെൻറ്റാസ്റ്റിക് ഫോർ ആയാലും തണ്ടർ ബോൾട്സ്, പിന്നെ തണ്ടർ ബോൾട്സ് എനിക്ക് പേഴ്സണലി ഫെൻറ്റാസ്റ്റിക് ഫോർ ഓക്കെ പടം അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു സിനിമ കണ്ടു തീർത്തു എന്ന് പറയുന്ന പോലെ. തണ്ടർ ബോൾട്സ് എനിക്ക് ഭേദം പടമായിരുന്നു. അതിന് കുറച്ച് തണ്ടർ ബോൾട്സ് ഭേദം പടമായിരുന്നു, കുറച്ച് രസം ഉണ്ടായിരുന്നു. ഒരു ഞാൻ ഇത് ഫേസ് 5 5 അല്ലേ ഇത്? ഫേസ് 5യുടെ സ്പൈഡർമാൻ പടങ്ങൾ ഫേസ് 4 5 ഏതാ ഈ ലാസ്റ്റത്തെ സ്പൈഡർമാൻ ആണോ? അത് കഴിഞ്ഞിട്ട് എൻ ഗെയിം ആയിരുന്നു ഫേസ് 4. എൻ ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളത് സ്പൈഡർമാൻ പടങ്ങൾ മാത്രം, വേറെ ഒന്നും കണ്ടില്ല. എൻ ഗെയിം കഴിഞ്ഞിട്ട് എനിക്ക് സ്പൈഡർമാൻ പടം എന്ന് പറഞ്ഞാൽ ഏതാ മറ്റേ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. എന്റെ മനസ്സിൽ ഞാൻ ആ കഥ കണ്ട് തീർത്തു. ഇനിയിപ്പോ എനിക്ക് വയ്യ. അതെ, എനിക്ക് എൻ്റെ ഇതുവരെ ഉള്ള സിനിമ അനുഭവങ്ങളിൽ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമ എൻ ഗെയിമാണ്. എൻ ഗെയിമിലെ തിയേറ്റർ എക്സ്പീരിയൻസിനെ വെല്ലുന്നൊരു എക്സ്പീരിയൻസ് ഇന്നേ വരെ വേറൊരു പടത്തിനും കിട്ടിയിട്ടില്ല. 2019 ഏപ്രിൽ 26 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നേ ദിവസം തിയേറ്ററിൽ നിന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. എനിക്ക് അറ്റാക്ക് വരുമെന്ന്. കാര്യം ഫുൾ തണുപ്പ്, തിയേറ്ററിൽ അങ്ങേയറ്റം പോലെ ഇങ്ങേയറ്റം വരെ ഇരിക്കുന്ന എല്ലാവരും ഒരേപോലെ. ക്യാപ്റ്റൻ മറ്റേ മോണർ വെക്കുന്ന സീനിൽ എല്ലാവരും എഴുന്നേറ്റ് ഭയങ്കര ബഹളം.
അപ്പോൾ നമ്മളിങ്ങനെ ഗൂസ് പമ്പും ഈ ഹാർട്ട് ബീറ്റും എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കൂൾ ഡൗൺ ചെയ്യുക. ഇത് ഇല്ല കുഴപ്പമില്ല ഇത് ഓക്കെ പരിപാടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്കൊരു പടം കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ കാര്യം നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാർവലിൻ്റെ അപ്പോൾ എനിക്ക് അത്രയും പടങ്ങളുടെ നമ്മുടെ ഒരു കൾമിനേഷൻ, അതായത് അതിൻ്റെ മൊത്തത്തിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് എൻഡ്. അപ്പോൾ എൻഡ് ഗെയിം കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ശ്വാസം എടുത്തിരിക്കുമ്പോൾ പിന്നെ കുറേ പടങ്ങൾ വരുന്നത്. അത് ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള കാര്യത്തിൽ എല്ലാം ഞാൻ കണ്ടു. സീരീസ് ഉൾപ്പെടെ എല്ലാം ഞാൻ കണ്ടു. ഞാനതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു. പക്ഷേ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഒരുപാട് പടങ്ങൾ. എനിക്ക് കൂട്ടത്തിൽ ഭേദം ഈ പറഞ്ഞ സ്പൈഡർമാൻ്റെ നോവേ ഹോം ഉണ്ടായിരുന്നു. നോവേ ഹോമിലാണോ മറ്റേ മൂന്ന് പേര് വരുന്നത്. 3 പേര് വരുന്നത് പഴയത്. ഓക്കെ. എനിക്ക് അത് അത്ര വർക്കായില്ല. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ഞാൻ ഇത് കണ്ടായിരുന്നു, നമ്മുടെ ഹൊറർ ഡയറക്ടർ ഡയറക്ട് ചെയ്തൊരു പടം ഉണ്ടല്ലോ, സാം റൈമി ഡയറക്ട് ചെയ്ത പടം, അത് മൾട്ടിവേഴ്സ് ഓഫ് അത് ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് സാം റൈമി എലമെന്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പടം ബോറായിരുന്നു, കുറച്ച് ഇതായിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള എലമെന്റ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ സാം റൈമി വന്ന് മാർവലിൽ പടം ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഈ സൂപ്പർ ഹീറോ പടങ്ങൾ അതിന്റെ ഒരു ക്രേസ് കുറഞ്ഞു. DC പോലും പടങ്ങൾ ചെയ്യുന്നു. DCക്ക് എല്ലാ വർഷവും ഓരോ പുതിയ യൂണിവേഴ്സ്. അല്ല, അതും ഇപ്പൊ ഈ മാർവലുകാർ ചെയ്യുന്നുണ്ട്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലാത്ത ടൈപ്പ്. അല്ല, അവരിങ്ങനെ ഒരാൾ വന്നിട്ട് ഒരു യൂണിവേഴ്സ് തുടങ്ങിയിട്ട് അത് 2 പടം കഴിയുമ്പോൾ പരാജയപ്പെടുമ്പോൾ അടുത്ത ആളെ വിളിച്ചിട്ട് പുതിയ അങ്ങനെ അവർക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ സാക്ക് സ്നൈഡർ യൂണിവേഴ്സ് ഞാൻ 100% ഗംഭീരം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ മാർവൽ പടം കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ. അല്ല, ഈ മാർവൽ പടം കാണുന്ന പോലെ തന്നെ DC പടം കാണുക എന്ന് പറയുന്നത് രണ്ടിനും 2 വ്യത്യാസം കാണാൻ പറ്റുന്ന. ഇത് മോശമോ അല്ലെങ്കിൽ 2 ഓഡിയൻസ് വേരിയേഷൻസ് ഉണ്ടായെങ്കിലും ഇത് വേറെ എന്തോ യൂണിവേഴ്സ് ആണെന്ന് തോന്നിയാണ്. പക്ഷെ ഇപ്പം രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ സംഭവം എനിക്ക് ഈ ഡൂംസ്ഡേയുടെ ഇപ്പം നമ്മൾ ഇവരുടെ എല്ലാവരുടെ പീക്ക് മൊമെന്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു പീക്ക് മൊമെന്റ് കാണാനുള്ള പരിപാടി ഉണ്ട്. നമ്മൾ കോമിക്കൊന്നും വായിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇനിയും ഈ കഥയിൽ ഗംഭീര ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ സിനിമാറ്റിക്കലി അവർക്കൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമ്മൾക്കിപ്പം ഇതിനകത്ത് ഇപ്പം എൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പഴയ നമ്മൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ പഴയ വേർഷൻസ്. നമ്മുടെ തോറിന്റെ പടങ്ങൾ എല്ലാം ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എൻഡ് ഗെയിമിൽ ഞാൻ കണ്ട തോറിനെ പിന്നെ കാണാൻ പറ്റുന്നില്ല. അതായത് എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ആ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ തോറൊക്കെ കണ്ടിട്ട് എനിക്ക് ലവ് ആൻഡ് തണ്ടർ ഒരു സെപ്പറേറ്റ് പടമാണെങ്കിൽ ചിലപ്പോൾ ഓക്കെ, ഒരു കോമിക്കൽ ഒരു വേർഷൻ ഓഫ് തോർ എന്ന് വേണം. പക്ഷെ നമ്മളിങ്ങനെ യൂണിവേഴ്സ് കണ്ടിന്യൂറ്റി നോക്കുമ്പോഴത്തേക്ക് ആ തോർ എന്താ ഇത്രയും പൊട്ടനായിട്ടുള്ള തോറ് എനിക്കത് വർക്കായില്ല. അപ്പം തിരിച്ച് ഈ പടത്തിൽ വരുമ്പോഴത്തേക്കാണ് നമ്മൾ എൻഡ് ഗെയിമിലെ കണ്ട തോറിന്റെ ഒരു ഛായ തോന്നുന്നത്. അതെ, ഇപ്പൊ ഇവിടെയും ഈ ക്യാപ്റ്റൻ വരുന്നതും ഇപ്പൊ ഈ ഡോക്ടർ ഡൂമായിട്ട് RDJ വരുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇത് ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഗെയിമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പം ഇത് റൂസോ പ്രദേശ് ചെയ്യുന്ന പടമാണ്. ഇതിൻ്റെ ഈ ട്രെയിലറിന് എനിക്ക് 0 ഇമ്പാക്റ്റ് ആയിരുന്നു ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ. അപ്പോൾ എനിക്കത് ഇതല്ല, കാരണം ഇൻഫിനിറ്റി വാറിൻ്റെ എൻഡ് ഗെയിമിൻ്റെ ഒക്കെ ട്രെയിലർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോഴും ഞാൻ കാണാറുണ്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോസും. ടീസർ ആയിരുന്നേ എനിക്ക് ഓക്കെ. നീ കാണാൻ ട്രെയിലർ വരും, 2-3 ഉറപ്പായിട്ട് വരും. ഞാൻ ആക്ച്വലി സ്പൈഡർമാന്റെ ഇപ്പം ഈയിടെ ഞാനും കണ്ടിട്ടില്ല. അത് എല്ലാം അവന്മാരും നശിപ്പിക്കും, അതിനകത്ത് എല്ലാം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇൻഫിനിറ്റി വാറിന്റെ എൻഡ് ഗെയിമിന്റെ ഒക്കെ ട്രെയിലറിനുള്ളൊരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു അംശം പോലെ ഇത് ഞാനത് ഓർക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞാനൊരു ഫാനാണ്, അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ കാണുമ്പോൾ സന്തോഷം വരുന്നു എന്ന് ഒഴിച്ചാൽ ഒട്ടും ഇമ്പാക്റ്റ് ഇല്ല. അപ്പോൾ പക്ഷെ പടം ഇങ്ങനെ ആവരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഈ എൻഡ് ഗെയിമിൻ്റെ അവസാനത്തെ ആ ഒരു 10 അരമണിക്കൂർ ഒഴിച്ചു നിർത്തിയാൽ ഇൻഫിനിറ്റി വാർ എനിക്ക് ഇഷ്ടപ്പെട്ട പടം. അതെ, ഇൻഫിനിറ്റി വാർ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ എനിക്ക് 3-4 തവണ കണ്ട. അതെ, അത്ര ഫൺ പടമായിരുന്നത്. ഞാൻ എൻഡ് ഗെയിമിന്റെ കൾമിനേഷൻ എന്നുള്ളതിൽ ആ അവസാനത്തെ അരമണിക്കൂർ വേണ്ടി എൻഡ് ഗെയിമിന് ഇനിഷ്യലി കുറച്ചധികം സമയം എടുക്കും. അതെ, സെറ്റ് ചെയ്ത് ഡീൽ ചെയ്ത് വരാൻ അത് വേണം എങ്കിൽ പോലും നമുക്ക്. പക്ഷെ അന്നത്തെ ആ ഇമോഷൻ കൊണ്ട് എനിക്കത് പ്രശ്നമല്ലായിരുന്നു. എൻഡ് ഗെയിം 3 വട്ടം തിയേറ്ററിൽ കണ്ടത്. അപ്പോൾ എനിക്കത് ആ സെറ്റിങ് എനിക്ക് കുഴപ്പമില്ല. കാര്യം എനിക്കറിയാം ഇതിന് എൻഡിങ്ങിൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയം വർത്താണ് എന്നുള്ള സംഭവം. ഞാൻ ഓടി നടന്ന് പല സ്ഥലത്തൊക്കെ കാണുമായിരുന്നു. അതെ, കണ്ടു, ഇവിടെ ഞാനും എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും ഒക്കെ ഞാൻ ഈ മൾട്ടിപ്പിൾ തിയേറ്ററുകളാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാ ടൈപ്പ് എക്സ്പീരിയൻസും കേൾക്കാൻ ഒരുപാട് സിനിമകളുണ്ട്. ഞാനിപ്പോൾ
ഇപ്പോൾ ഒഡീസിയുടെ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ഇത് തിയേറ്ററിൽ കാണേണ്ട പടമെന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഞാൻ OTT വന്നിട്ട് ഒഡീസി ഇരുന്ന് കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അത് മാക്സിമം ഇത് ഒരു റിഗ്രറ്റ് ഇല്ലാത്തത്രയും ഞാൻ തിയേറ്ററിൽ നിന്ന് കാണും എന്ന് പറയുന്ന പോലെ എൻഡ് ഞാൻ ഇനിയൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്. ഇതൊരു എത്ര 10 വർഷത്തെ കൾമിനേഷൻ സാധനമാണ്. അതെ, ഇപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് ഇതില്ല. അപ്പോൾ നമ്മൾ ഈ ഖാന്റെ സ്റ്റോറി ലൈൻ ക്യാൻസൽ ചെയ്തെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഒറ്റപ്പടത്തിൽ നമ്മൾ ഇത്രയും മെയിൻ ഒരു വില്ലനായിട്ട് ഒരാളെ കണ്ട് ആ വില്ലനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നേരിടുന്ന ഒരു സംഭവം ഇല്ല, അത് അവിടം വരെ പോകുന്നില്ല. അത് സീക്രട്ട് വാർ എന്ന് പറഞ്ഞ അടുത്ത പാർട്ട് വരുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു സിനിമയിലൂടെ നമുക്കൊരു നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു വില്ലനും അതേ പഴയ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഇപ്പൊ ക്യാപ്റ്റനെ തിരിച്ചുകൊണ്ടുവന്നത് എന്നാണ് അയൺമാനെ തിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവര് കൊണ്ടുവരുമല്ലേ കാര്യം. ഇവർക്കിപ്പോ ഇനി ഇത് ഓടിക്കണമെങ്കിൽ ഇവരില്ലാതെ പറ്റൂല എന്നുള്ള അവസ്ഥയായി. കാര്യം വേറെ ആരെടുത്തിട്ട് ഇത് പൊങ്ങുന്നില്ല. ഐ മീൻ സിനിമ എടുക്കാൻ സിനിമ അങ്ങോട്ട് എത്തുന്നില്ല. എല്ലാം ഒരു മിഡ് ഫിലിമായിട്ട് അവസാനിക്കുക. നെഗറ്റീവ് ടു മിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് ഈ സൂപ്പർ ഹീറോ സിനിമകൾ ജോണർ കുറച്ച് താഴോട്ട് പോയി. ഹൊറർ ആണ് ഇപ്പൊ അവിടെ കത്തി നിൽക്കുന്ന ജോണർ. അത് മാത്രമല്ല, ഈ സൂപ്പർ ഹീറോ പടങ്ങളിലൊന്നും പുതിയതായിട്ടുള്ള ഒരു ഗംഭീര പരിപാടികളൊന്നും തന്നെ വരുന്നില്ല. അതാണ് ഈ പ്രശ്നം. അത് അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പുതിയ അടുത്തൊരു പരിപാടി നമ്മൾ കാണാൻ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് ഈ DC റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം. അത് ജെയിംസ് ഗൺ മറ്റേ ഗാലക്സി പുള്ളി ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എടുത്ത പോലെ ലൈനിലാണ് പുള്ളി കണ്ടിരുന്നു. ഇപ്പൊ രണ്ടു പടം ഇറങ്ങില്ലേ, സൂപ്പർമാനും സൂപ്പർമാൻ പിന്നെയും കണ്ടിരിക്കാം. സൂപ്പർ ഗേൾ ഭയങ്കര ജനറിക് ഒരു മാർവൽ പടം കാണുന്ന പോലെ. അതെ അതെ, അതിനെ കണ്ട് നമ്മൾ മറക്കുകയാണ്, അത്രേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, പിന്നെ പോയി കാണാനോ എടുത്ത് കാണാനോ സീൻ പോലും ഇല്ലാത്ത പടങ്ങളാണ്. അതെ, അപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പം ഈ ട്രെയിലർ കണ്ടിട്ട് ഹെവി എക്സ്പെക്ടേഷൻ ഇല്ല. പക്ഷെ ഈ ഇത്രയും ക്യാരക്ടേഴ്സ് തിരിച്ചു വരുന്നതുകൊണ്ട് എൻജോയബിൾ സാധനം ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ ആ തിയേറ്റർ മൊമെന്റ് മാത്രമായി പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എലമെന്റ് ഇതിനകത്ത് ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാര്യം ഈ തിയേറ്റർ മൊമെന്റ് ഇപ്പം എനിക്ക് മറ്റേ സ്പൈഡർമാനെ നോവേ ഹോം കണ്ടപ്പോഴും ഈ 3 സ്പൈഡർമാനും വരുന്ന സീക്വൻസുകൾ ഒഴിച്ചാൽ ആ സിനിമ ഒരു നോർമൽ, അതിനകത്ത് ഭയങ്കര രസകരമായ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഓക്കെ ലൈനാണ്. എനിക്കത് അതിന്റെ ഏക പ്രശ്നം എനിക്ക് തോന്നി കുറച്ചധികം മെറ്റയാണ്. അതായത് ഇവർ ഒന്നിക്കുന്നു എന്ന ആ എലമെന്റിൽ സിനിമയ്ക്കകത്തല്ലത്, അത് പുറത്താണ്. ഇവർ സംസാരിക്കുന്നു, തമാശ പറയുന്നു, മെറ്റ കുറച്ച് ജോക്സ്, ആ സംഭവം മാർവലിൽ പൊതുവെ ചെയ്യുന്നതാണ്. എന്നാലും അതിലുപരി എനിക്ക് അത്ര ഭയങ്കര ഞാനൊരു തവണ തിയേറ്ററിൽ കണ്ടു, അത് കഴിഞ്ഞു. ആ തിയേറ്റർ മൊമെന്റ് കിട്ടി, കഥം. പിന്നീട് ആ സിനിമ അതിനെ സഹായിച്ചിട്ടുണ്ടാവും മാസങ്ങളോളം അതിന്റെ ഒരു സ്പെക്കുലേഷൻ. അതെ അതെ, ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവർ വരുമോ ഇല്ലെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുണം അവർക്ക് ഉണ്ടായിട്ടുണ്ട് പടത്തിന്. സോ അതുപോലെ എനിക്കിത് ഇപ്പൊ ഇവരെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരുമ്പം ഇത് വെറും ഒരു ഫാൻ സർവീസ് മാത്രമായി പോവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ഗംഭീര പടമാവട്ടെ, നമ്മളെ തിയേറ്ററിൽ മറ്റേ അടിപൊളി എന്ന് പറയുന്ന ലെവൽ സാധനം ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവരുടെ എല്ലാവരുടെയും ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷന് നല്ല കാര്യമുണ്ടായി. എസ്പെഷ്യലി ക്യാപ്റ്റൻ്റെ സീനിന് തിയേറ്റർ എല്ലാം അറിയും, ഉറപ്പാണ്. മാർവലിന്റെ ഡൂംസ് ഡേ ആവാതിരിക്കട്ടെ. അതെ, അയ്യോ. അപ്പോൾ മറ്റൊരു പടത്തിൻ്റെ റിയാക്ഷനുമായിട്ട് നമ്മൾ മടങ്ങി വരുന്നതായിരിക്കും, അല്ലേ?